ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മൈക്രോവേവ് ഓവനിൽ 1.5 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള മഗ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിതിന് മുന്നേ ഒരു ചോക്ലേറ്റ് മഗ് കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ ഓവൻ യൂസ് ചെയ്തിട്ടൊന്നും അല്ല ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേലത്തെ റിങ്ങിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മഗ് കേക്കിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ മഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലത്തെ ഒരു സെറാമിക് മഗ്ഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മഗ്ഗിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കാം. ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അളവുകൾ നമ്മൾ എപ്പോഴും നല്ല കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. ടേബിൾ സ്പൂണിൽ എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ട് എടുക്കുക, വടിച്ചെടുക്കുക, കുമിച്ചെടുക്കേണ്ട പൊടി കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, നമ്മൾ നോർമൽ പഞ്ചസാരയാണ് ചേർക്കണത്. പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. 1/4 ടീസ്പൂൺ. 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മെൽറ്റഡ് ബട്ടറാണ്. ബട്ടർ ഉരുക്കിയത്. ബട്ടർ ചേർക്കുമ്പോഴേ കുറച്ച് ചൂടുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടോട് കൂടിയിട്ടുള്ള മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് ബട്ടർ ചേർക്കുമ്പോൾ ആ മൈദ ഒന്ന് ആ ചൂടിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടില്ലാതെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചൂടോടുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാവേ. പാല് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. നല്ല തണുത്തിട്ടുള്ളതൊന്നും ആയിരിക്കരുത്. തണുപ്പുള്ള പാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം തണുപ്പ് മാറ്റുക, എന്നിട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ഇങ്ങനെ പൊടിയോ മാവോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് മഗ്ഗിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് അടിഭാഗം കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചോപ്പ് ചെയ്തതാണ്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചേർക്കണത്. ഇങ്ങനെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം, ഒരു കുഴപ്പവുമില്ല. കേക്കിനൊന്ന് എക്സ്ട്രാ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നേ ഉള്ളൂ. കുറച്ച് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ചോപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മേലെയും കൂടി നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മഗ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മൈക്രോവേവ് ഓവനിൽ 1.5 മിനിറ്റ് ടൈമിൽ ബേക്ക് ചെയ്തെടുക്കാം. 1.5 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യാം. പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഇത് ഒന്നാമത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പണിയില്ല. ജസ്റ്റ് മഗ്ഗിൽ തന്നെ എല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് 1.5 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. ഇപ്പോൾ 1.5 മിനിറ്റ് ആയി, ഇത് എൻഡ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഡയറക്റ്റായിട്ട് കൈയൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട. നോക്കിയേ, നമ്മുടെ മഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെയിൻബോ സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസോ ചോക്ലേറ്റ് ചിപ്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ടോപ്പിങ്സ് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാൻ അല്പം ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് മേലെ. അപ്പോൾ ഇപ്പോൾ ഇത്തിരി ചൂടിലിരിക്കുമല്ലേ, നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂട് മാറിയിട്ടുണ്ട്. നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഒരു പണിയില്ല ഉണ്ടാക്കാനായിട്ട്. കണ്ടോ, ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ ചാനലും ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.